ഒരു ഗുരുവിൻ്റെ അടുത്തേക്ക് ഒരു യുവാവ് വരികയാണ്. ആ യുവാവ് കരഞ്ഞുകൊണ്ട് പറയുകയാണ്, എനിക്കൊന്നുമില്ല, എനിക്കാരുമില്ല. ഗുരു ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിൻ്റെ ഖജനാവിനകത്തുള്ള അമൂല്യ സമ്പത്തുകൾ നീ എന്തേ പുറത്തേക്ക് എടുക്കാത്തത് എന്നുള്ളത്. ആ ചെറുപ്പക്കാരൻ ചോദിച്ചു, ഖജനാവോ? എൻ്റെ കയ്യിൽ 1 രൂപ പോലുമില്ല എന്നുള്ളത്. ആ ഗുരു അദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ അത് പുറത്തേക്ക് എടുക്കട്ടെ എന്നുള്ളത്. ഗുരു അദ്ദേഹത്തോട് പറഞ്ഞത്, നിൻ്റെ കണ്ണുകൾ ഈ ലോകത്ത് ഒരു ശാസ്ത്രത്തിനും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അത്രമാത്രം പവർഫുള്ളായിട്ടുള്ള ലെൻസുകൾ ഉണ്ട് നിൻ്റെ കണ്ണിൽ. ഒരു കാര്യം പറയാം, 5 ലക്ഷം രൂപ ഒരു കണ്ണിന് ഞാൻ വിലയിടുന്നു, 2 കണ്ണിനും ചേർത്ത് 10 ലക്ഷം രൂപ. പിന്നെ നിൻ്റെ ഹൃദയം, നീ ജന്മം കൊണ്ട നാൾ മുതൽ മിടിച്ചുകൊണ്ടിരിക്കുന്ന, ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ ഹൃദയം, രാത്രിയും പകലുമെല്ലാം ഒന്നും നിന്നോട് ചോദിക്കാതെ മിടിച്ചുകൊണ്ടിരിക്കുന്ന നിൻ്റെ ഹൃദയം, ആ ഹൃദയത്തിന് ഞാൻ ഒരു 50 ലക്ഷം രൂപ തരുന്നു. ഇനി 100 കോടി ബില്യൺ ന്യൂറോണുകൾ കെട്ടിക്കിടക്കുന്ന ലോകത്തിലെ എല്ലാ കമ്പ്യൂട്ടറുകളും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പോലും നിൻ്റെ തലച്ചോറിനോളം വരില്ല അതിന് ഞാൻ 1 കോടി രൂപ തരുന്നു. ഇത്രയും പറഞ്ഞ സമയത്ത് യുവാവ് ചാടി എണീറ്റിട്ട് പറഞ്ഞു, നിങ്ങൾ ഭ്രാന്ത് പറയുകയാണോ? ഗുരു പറഞ്ഞു, നീയാണ് ഭ്രാന്ത് പറയുന്നത്. നിന്നിലുള്ള അമൂല്യമായ സമ്പത്തുകളെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് ഒന്നുമില്ല, ആരുമില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിൻ്റെ തെറ്റ്. ഗുരു ആ യുവാവിനോട് ശാന്തമായി പറഞ്ഞു, ഇന്ന് നീ സുഖമായിട്ട് കിടന്നുറങ്ങുക. നാളെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഒരു പുതിയ പ്രകാശമായി ഉണർന്നെണീക്ക്. നീ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഉണ്ടാക്കുന്നത് പോലെയാണ് നമ്മുടെ ജീവൻ ഉണ്ടാവുന്നത്. നമ്മുടെ ജീവനെ 2 രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാം. ഒന്നുകിൽ അമൃതാക്കി മാറ്റാം, അല്ലെങ്കിൽ മൃത്യുവാക്കി മാറ്റാം. മൃത്യുവാക്കി നമ്മൾ മാറ്റേണ്ട കാര്യമില്ല.